Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ്. എന്നാൽ അതുപോലെ ടേസ്റ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണോ? നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണോ? എന്നാൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ്. അതുപോലെ അൺസോൾട്ടഡ് ആണ്, ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി കപ്പലണ്ടിയുടെ തോട് എങ്ങനെ കളയണം നിങ്ങൾക്ക് പെട്ടെന്ന് കളയാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ ഓൾറെഡി പീനട്ട് ബട്ടർ തയ്യാറാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പീനട്ട് ബട്ടറിൻ്റെ വീഡിയോ കണ്ടു നോക്കുക. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷമേ നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാവുള്ളൂ. നമ്മൾ ചൂടോടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ പൊടിഞ്ഞു വരണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം കിട്ടും. പിന്നെ നമ്മൾ ഓവറായിട്ട് മധുരമൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. ഇത് തന്നെ നമുക്ക് അത്യാവശ്യം മധുരം കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അടിയിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇത് നല്ല സ്റ്റിക്കി ആയിട്ട് വരണം. നമ്മുടെ ഈ കപ്പലണ്ടിയിൽ നിന്ന് ചെറുതുപോലെ എണ്ണ പോലെ ഇങ്ങനെ റിലീസായി വരും ചെറുതായിട്ട്. അപ്പോൾ നല്ലതായിട്ട് ഇത് സ്റ്റിക്കി ആയി വരും. അപ്പോൾ അതുവരെ നമ്മളിത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി നല്ല സ്റ്റിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൽ നിന്ന് ലഡു തയ്യാറാക്കി എടുക്കാം. ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. നമ്മുടെ ഒരു ലഡുവിൻ്റെ സൈസിൽ കുറച്ച് മിക്സ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഉരുട്ടിയെടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നിങ്ങൾ കണ്ടല്ലോ, വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുമല്ല വളരെ പെട്ടെന്ന്, ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റൗണ്ടാക്കി എടുക്കുക. കണ്ടോ എന്ത് ഭംഗിക്കാണ് നമ്മുടെ ലഡു വന്നിട്ടുള്ളത്. ഇനി ബാക്കി നമുക്ക് ഇതുപോലെ ഫുള്ള് ലഡുവും ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പീനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മൊത്തം 10 ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ അതുപോലെ ഹെൽത്തിയാണ്. കാരണം നമ്മളിതിൽ കപ്പലണ്ടിയും ശർക്കരയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ വീണ്ടും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്നും Tuesday to Sunday ന്യൂ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. സോ ടേക്ക് കെയർ. ബൈ.